അനൂസിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് ഞങ്ങളിതാ പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ തന്നെ ഒന്ന് കറങ്ങാൻ ഇറങ്ങാൻ പോവുകയാണേ. 8 മണിക്ക് തന്നെ ഇറങ്ങണമെന്ന് വിചാരിച്ചേ, പക്ഷേ എല്ലാവരും ഒക്കെ റെഡിയായി വന്നപ്പോഴത്തേന് 10 മണിയായി. അങ്ങനെ കാപ്പിയുടെയും കഴിഞ്ഞ് 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളിതാ 2 കാറിലായിട്ട് ഇറങ്ങി കേട്ടോ. നമ്മൾ ആദ്യം തന്നെ പോയത് ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ്. അടിമാലി മൂന്നാർ റൂട്ടാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അവിടുന്ന് തന്നെ ഫോട്ടോയും എടുത്തു തരുമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫോട്ടോയും അങ്ങനെ ഫോട്ടോയും എടുത്തോണ്ട് നിന്നപ്പോഴാണ് കേട്ടോ ഈ രാജവെമ്പാല കുഞ്ഞിനെ കണ്ടത്. പിന്നെ അതിനെ കാണാനുള്ള തിരക്കായിരുന്നു. നമ്മൾ ഫോറസ്റ്റ് ഓഫീസിലും വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഓഫീസർ വരികയും ചെയ്തായിരുന്നേ. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ പിന്നെ പോയത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കയറാനൊക്കെ നല്ല ആവേശമായിരുന്നേ. കയറി കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേന് ഹൈനൂസ് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. വെള്ളത്തിൽ വീഴും പേടിയാവുന്നെന്നും പറഞ്ഞ് സത്യത്തെ എനിക്കും പേടിയുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും കുഞ്ഞും ഇറങ്ങുന്ന കണ്ടപ്പോഴത്തേന് ചേട്ടായിയുടെ അമ്മയും ഞങ്ങളുടെ കൂടെ വന്നു കേട്ടോ. അങ്ങനെ ബാക്കി എല്ലാവരും അവിടെ പോയ സമയം കൊണ്ട് ഞാനും അമ്മയും കൂടെ ഒരു നാരങ്ങ വെള്ളവും കുടിച്ച് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും ഫുഡ് കഴിക്കേണ്ട സമയവും കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ ഇവിടുത്തെ ഉടുപ്പി വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി നല്ലൊരു സദ്യ കഴിക്കാമെന്നായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപ്പോഴത്തേനും അവിടുത്തെ സമയവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷാപ്പിൽ കയറി നല്ലൊരു ഊണ് കഴിച്ചേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴത്തേന് പെരുമഴയുമായിരുന്നേ. പക്ഷേങ്കിൽ അവിടെ ചെന്നപ്പോഴത്തേനും നല്ല മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്നത് ഈ ഭൂതത്താൻകെട്ടിലോട്ടാണ് കേട്ടോ. ഞാനങ്ങനെ ഇവിടെ 2ാമത്തെ തവണയാണ് വരുന്നത്. ഞങ്ങളിവിടെ ആദ്യം വന്ന സമയത്ത് ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നേ. അവിടെ എത്തിയപ്പോഴത്തേനും മഴയും മാറിയിട്ടുണ്ടായിരുന്നേ. പിള്ളേരെല്ലാം പാർക്കിൽ പോകാമെന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ. ഇതാണ് അങ്ങനെ ഭൂതത്താൻകെട്ട് ഡാം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ നല്ല പേടിയാവുമായിരുന്നു കേട്ടോ. പക്ഷേ അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതാ എല്ലാവരും കൂടെ ആ പാലത്തിൻ്റെ അങ്ങേയറ്റം വരെ നടക്കുക. അപ്പോഴേക്കും പിന്നെ അതാ പെരുമഴയായി. പിന്നെ ഞങ്ങൾ ഓരോ ഐസ്ക്രീമും മേടിച്ച് കഴിച്ച് ഞങ്ങൾ പിന്നെ അപ്പുറത്തോട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി നോക്കുകയാണ് കേട്ടോ. മുമ്പ് ഞങ്ങൾ ഇതുവഴിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇപ്പോൾ അവിടെ എല്ലാം വെള്ളം കയറി പൊളിഞ്ഞൊക്കെ പോയി കേട്ടോ. പിന്നെ എല്ലാവരും തിരിച്ച് നടക്കുവാണേ. നാത്തൂനൊക്കെയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാത്തൂനും നാത്തൂൻ്റെ അനിയത്തിക്കും ഒക്കെ യൂട്യൂബ് ചാനലും ഉണ്ട്. അങ്ങനെ നേരെ പിന്നെ പാർക്കിലോട്ടാണ് കേട്ടോ പോയത്. പിള്ളേരെക്കാട്ടിലും ആവേശം വലിയവർക്കായിരുന്നേ. പക്ഷേ മഴയായതുകൊണ്ട് തന്നെ എല്ലാം നനഞ്ഞൊക്കെ കിടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇരുന്ന് കളിക്കാനൊക്കെയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ആനയുടെ പുറത്തതായി ഇങ്ങനെ കയറ്റിയിരുത്തി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ആമിക്ക് 2 വയസ്സുള്ളപ്പോഴായിരുന്നേ ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ ഈ സ്ലൈഡറിൽ പിള്ളേരെ ഇരുത്തി. ആമിക്കും വിഷുവിനും നല്ല സന്തോഷമായിരുന്നു. പക്ഷേ അനൂസിന് ആദ്യം പേടിയായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു ഒറ്റ വട്ടം മാത്രമേ അവൾ കയറിയുള്ളൂ. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ചേലാട് പള്ളിയിലോട്ടാണ്. അവിടെ ചെന്ന് മെഴുകുതിരി എത്തിച്ച് പിന്നെ കോതമംഗലം പള്ളിയിലും പോയി തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ചായയും കുടിച്ച് ഇവിടെ പിന്നെ പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ല കളിയുമായിരുന്നേ. കുറേ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളിതാ കഴുത കളിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 2-3 മണിക്കൂർ കഴുത കളിച്ചേ. ആദ്യം തന്നെ കഴുതയായത് ഞാനായിരുന്നു കേട്ടോ. കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പ് ഞങ്ങൾക്കിടെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. അടുത്ത ട്രിപ്പ് അവിടോട്ടാവണമെന്നാണ് കേട്ടോ പ്രാർത്ഥന. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ ബൈ.